സ്ക്രിപ്റ്റ് റൈറ്റർ സഞ്ജീവ് ശിവൻ സാറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് യെസ്, ഒരു മൂവി ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് അതിൻ്റെ ആക്ടേഴ്സ് ഏറ്റവും മനോഹരമായിട്ട് അവരുടെ റോൾസ് പെർഫോം ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് നമ്മളെ കുറേ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യിപ്പിച്ച ആക്ടേഴ്സ് ആണ് നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മിസ് പ്രിയങ്ക നായറിനെയാണ്. Yes, ladies and gentlemen, we can have Priyanka Nair joining us on the stage. Along with that, we have Anjana Appukutan joining us. നല്ലൊരു കൈയ്യടി തന്നെ കൊടുക്കേണ്ടതാണ്. യെസ്, ആൻഡ് നമ്മുടെ മൂവിയുടെ ഏറ്റവും വലിയ സ്റ്റാറിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും അവരുടെ റോൾസ് വളരെയധികം മനോഹരമായിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചത്. ബട്ട് ഈ ഒരു സ്റ്റാർ ഏറ്റവും എക്സെപ്ഷണൽ ആയ we have Mr. Tarun, the GM of distributions at NDFC, ladies and gentlemen, joining us. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഈ മലയാളി ഓഡിയൻസിന്റെ അടുത്തേക്ക് ഒരു മൂവി എത്തിക്കുന്നത് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. വളരെയധികം സ്നേഹപൂർവ്വമാണ് ഞാൻ മിസ്റ്റർ സുജിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സുജിത് ജെ നായർ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡ്രീം ബിഗ് ഫിലിംസ്. യെസ്, അപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം അല്ല, ബട്ട് ആ ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറേ അധികം ആൾക്കാർ നമ്മളുടെ ഒപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കൈൻഡ്ലി സിറ്റ് ഡൗൺ പ്ലീസ്. ഇനി നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആ ഒരു വിശേഷം അറിയാൻ പോകുന്നത്, ഈ മൂവിയുടെ ഓരോ എലമെന്റ്സ്. ബിക്കോസ് മൂവിയുടെ ആ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഞങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് വരെ അതൊരു വലിയ ജേണി ആണല്ലേ. ആൻഡ് ആ ഒരു ജേണി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, ഇപ്പോഴത്തെ മൂവീസ് ഒക്കെ നമുക്കറിയാമല്ലോ, ഫുൾ ഫൈറ്റും ബഹളങ്ങളും കാര്യങ്ങളുമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുത്തി കഥ പറഞ്ഞ് നമ്മളിലേക്ക് ആ ഒരു നറേഷനിലൂടെ എത്തിക്കുകയാണ് ആ ഒരു പണ്ടത്തെ ആ ഒരു കാലത്തോട്ടൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നത് ഞങ്ങളുടെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് 3 ആൺമക്കളാ. എൻ്റെ വീട്ടിൽ നിന്നാണ് ആ കോൺസെപ്റ്റിൻ്റെ ഐഡിയ വന്നത്. വീട്ടിലെപ്പോഴും അറിയാലോ 3 ആൺമക്കളെ വളർത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ അച്ഛൻ്റെ ഒരു 10% നിങ്ങൾക്ക് അച്ഛൻ്റെ ഒരു നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ നീ നല്ലൊരു വലിയ ആളാവും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ യു ഷുഡ് ലേൺ ഫ്രം അച്ഛൻ്റെ ക്വാളിറ്റീസ്, അച്ഛൻ്റെ ഇത് എടുക്കുക എന്നൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും ഒരു ഫോർ മീ ഹീ ഈസ് എ പെർഫെക്റ്റ് husband, father, son, everything. And I wanted my children also to have the same value system തന്നെ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു സാധനം കോട്ട് ചെയ്ത് അപ്പം നമ്മളെ റൈറ്റർ ഉണ്ടായിരുന്നു, നെയിം ഇസ് അനിർബാൻ ഭട്ടാചാര്യ. അദ്ദേഹം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഐ വിൽ റൈറ്റ് എ സ്റ്റോറി വിത്ത് ദിസ് കോൺസെപ്റ്റ്. അങ്ങനെ ഈ സ്റ്റോറി വീവ് ചെയ്തത് ഇറ്റ് ഈസ് ബിക്കോസ് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ വീവ് ചെയ്ത് വന്ന സ്റ്റോറിയാണ്. അതാണ് മലയാളീകരിച്ചിട്ട് സഞ്ജീവ് ശിവൻ അത് എഴുതിയത്. അങ്ങനെ ദാറ്റ് ഈസ് ദ വേ ദിസ്. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ആക്ച്വലി എനിക്ക് 3 ചോദ്യങ്ങളാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ മീഡിയ ടീമിന് വിട്ടുകൊടുക്കും, കാരണം അവർക്കും കുറേ അധികം വിശേഷങ്ങൾ അറിയാനുണ്ട്. അടുത്തായിട്ട് ഞാൻ പ്രകാശ് സാറിൻ്റെ അടുത്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. NFDC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ കുറേ അധികം ഫിലിം മേക്കേഴ്സിന് ഒരു ഹോം ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ത്രൂ ഔട്ട് നമ്മൾ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ കൂടെ വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് തോന്നിയത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മലയാളം അറിയാം, പക്ഷേ സംസാരിക്കാൻ ചെറിയ പാടാണ്. സോ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. So congratulations Deepthi and Sanjeev for this wonderful feel good movie. And as you know, the NFDC, National Film Development Corporation, has been engaged in producing meaningful cinema. Now this year happens to be the golden jubilee year of NFDC, and we have produced so many wonderful films, which is part of the India's cinema history. So we are very glad that this film is releasing this week, Achappa's album, and that too in Malayalam. As it is, there are very few less children's film, which are getting made, and that's why it is very important that we support such a film. And I think what we saw just now is such a thoroughly enjoyable film, and that's what we are committed to, producing more and more.
യെസ്, താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആക്ച്വലി നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇത്രയും നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് കുറേ മൂവീസ് നമ്മളിലേക്ക് എത്താൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ മൂവി നമ്മളിലേക്ക് എത്തിച്ച സുജിത് സർ അവിടെയുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത ചോദ്യം. യെസ്, ഡ്രീം ബിഗ് ഫിലിംസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് അല്ലെങ്കിൽ സാറിൻ്റെ ഈ ഒരു വെഞ്ചറിന് എന്തുകൊണ്ടാണ് ഡിസൈഡ് ചെയ്തത് ദാറ്റ് ഈ ഒരു ഫിലിം ഞാൻ മലയാളികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കോപ്പ് ഉള്ള ഒരു മൂവിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മലയാളികൾക്ക് എത്തണമെന്ന് സാർ ഡിസൈഡ് ചെയ്തത്? Um, First of all, thank you all the media people for being here. കുറച്ച് ലേറ്റ് ആയെങ്കിലും എല്ലാവരും ഇവിടെ എത്തി നമ്മളോടൊപ്പം ഈ മൂവി എൻജോയ് ചെയ്തു. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. അതേപോലെ ഈ പ്രസ് മീറ്റിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. സെക്കൻഡ് ടു യുവർ ക്വസ്റ്റ്യൻ, ഈ മൂവി ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5-6 months ബാക്ക് എനിക്ക് NFDCയിൽ നിന്നും അവർ വിളിച്ചിട്ട് എനിക്കെൻ്റെ സ്ക്രീനർ അയച്ചു, നീ ഒരു മൂവി ഒന്ന് കണ്ടിട്ട് can you evaluate and do you think that it is feasible to release this movie in theaters? അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പടം കണ്ടു. പടം കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. വീട്ടിലിരുന്നൊരു വീക്കെൻഡ് ഇരുന്ന് കണ്ടതാണ്. ഐ റിയലി ലൈക്ക് ദ മൂവി. അപ്പം കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഇമോഷൻസ് എല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഡെഫിനറ്റ്ലി എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പം അവരും കാണണം. അതേപോലെ കുറേ ആളുകൾക്ക് ഈ പടം കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ദം ദാറ്റ് ദിസ് മൂവി ഷുഡ് ഗെറ്റ് എ ഗുഡ് തിയേറ്ററിക്കൽ റിലീസ്. അപ്പോൾ അത് ഞാൻ അവരോട് അറിയിച്ചു. ആൻഡ് ദേ വർ മോർ ദാൻ ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് അസ്. ആൻഡ് താങ്ക് യു സർ, താങ്ക് യു ഇൻട്രസ്റ്റിംഗ് ഡ്രീം ബിഗ് ഫീലിംഗ്സ് ഫോർ giving an opportunity to bringing this movie to theaters, not only in Kerala, ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഈ 24th റിലീസ് ചെയ്യാണ്. സോ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരേ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. 100% ഷുവർ ദാറ്റ് നിങ്ങളെല്ലാവരും ഒരു എൻജോയ് ചെയ്ത് കണ്ട മൂവിയാണ്. സോ ഇതിന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് യുവർ വേർഡ് ഓഫ് മൗത്ത് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന 2 പേരോടോ 3 പേരോട് നിങ്ങളിത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇതിനെക്കുറിച്ച് 2 വാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കാം ഈ മൂവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടും ബ്ലെസ്സിങ്ങും. ഡെഫിനറ്റ്ലി ഇതേപോലത്തെ മൂവികൾ നമ്മുടെ കുട്ടികൾ കാണണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഈ രീതിയിലെങ്കിലും നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ടു ദ മീഡിയ പീപ്പിൾ, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഹംബിളി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ എൻ്റെ 3 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്കറിയാം നമ്മളുടെ മല്ലിയുടെ അടുത്ത് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്, ഋഷി കുട്ടേട്ടൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് ചോദ്യങ്ങളുണ്ട്, കുട്ടേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാനായിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും നമുക്ക് കുറേ വിശേഷങ്ങൾ അറിയാനുണ്ടല്ലേ. അപ്പോൾ ഓവർ ടു ദ മീഡിയ ടീം ഓവർ ഹിയർ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷനാണിത്, നമ്മുടെ Q&A സെഷൻ. ഒരുപാട് ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്ന സിനിമകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടൊരു 2 മണിക്കൂർ പോകുന്ന പോലും അറിയാതെ എൻജോയ് ചെയ്യുന്ന അത് ചെറിയൊരു പ്രോസസ് അല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് താങ്ക്സ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്? ഇങ്ങനൊരു ടൈമിൽ ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് കാരണം എന്തായിരിക്കും? ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കാരണം ഇപ്പോൾ ആളുകളുടെ മെന്റാലിറ്റി ഡിഫറെന്റ് ആണല്ലോ. ഇപ്പോൾ വയലൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അവരിലേക്ക് ഇങ്ങനൊരു ചിത്രം എത്തിക്കണം എന്ന് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്തായിരിക്കും? എല്ലാവരുടെയും ലൈഫിൽ നമ്മളെല്ലാവരും ആക്ച്വലി എവറി ഹ്യൂമൻ ബീങ് ഒരു പ്രോസസ്സിൽ കൂടെ പോകും. നമ്മൾക്ക് ഒരു ബോൺ, പിന്നെ യൂത്ത്, പിന്നെ കല്യാണം കഴിച്ച് ഈ ഫേസിൽ നമ്മൾ ആക്ച്വലി നമ്മളെ പേരൻസിനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ പിന്നെ കല്യാണം കഴിച്ച് നമ്മളെ പിള്ളേരാകുമ്പോഴത്തേക്കാണ് ആക്ച്വലി നമ്മളെ പേരൻസിനെ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ്, നമ്മളുടെ സൈക്കിൾ ഓഫ് ലൈഫ്, നമ്മളെല്ലാവരും പോകുന്ന സ്റ്റേജ് ഓഫ് ലൈഫാണ്. സോ ഈ ഒരു സബ്ജക്റ്റ് എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ്, വെദർ ഇറ്റ് ഇസ് മലയാളം, തമിഴ്, തെലുഗു, ഒരു എനി സ്റ്റേറ്റ് പീപ്പിൾ വിൽ ഐഡന്റിഫൈ. എന്താന്ന് വെച്ചാൽ ഇത് എല്ലാവരും വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു ഫാമിലി സ്റ്റോറി. പിന്നെ ഞാൻ ഡൈ ഹാർഡ് ഒരു ഫാമിലി പേഴ്സൺ ആയതുകൊണ്ട് ഐ തോട്ട് ഐ കുഡ് റിലേറ്റ് ഇറ്റ് ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി വായിച്ചപ്പോഴത്തേക്ക് സഞ്ജീവേട്ടൻ പറഞ്ഞ് ഞാൻ ഈ പടം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സഞ്ജീവേട്ടൻ ഇൻസ്റ്റന്റ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്സ് പോലും ചിന്തിക്കാണ്ട് അപ്പം തന്നെ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കോൺസെപ്റ്റിലെത്തിയത്. പ്രിയങ്ക മാം നമസ്കാരം. ഹായ്.
എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് മൈൻഡ് വന്നത്? അപ്പം ഇതിന്റെ ഇന്റർവെൽ ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, അതായത് ഇപ്പം അളിയ നിനക്കിപ്പം ഇതേപോലൊരു അവസരം കിട്ടുവാണ് ട്രാവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ സ്ഥാനത്തേക്ക് നിനക്ക് പോകാനായിട്ട് എന്തായിരിക്കും ചേഞ്ച് ചെയ്യുക? പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു, അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുവാണ് എന്തായിരിക്കും. അപ്പോൾ ഒരു നമ്മളെ ആ ഒരു ടൈം ലൂപ്പിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് വരുന്ന ഒരു വേറൊരു ഫീലിംഗ് ആയിരിക്കും, നമ്മുടെ നൊസ്റ്റാൾജിക്ക്. എങ്ങനെ ഈ പ്രോജക്റ്റ് കേട്ട സമയത്ത് എന്തൊക്കെയായിരുന്നു? ആദ്യമേ പറയാൻ, ദീപ്തി ചേച്ചി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ഇത് ആ ഒരു ടീമിൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ പടമാണ്. NFDCയുടെ പ്രൊഡക്ഷനിൽ തന്നെയുള്ള കേശു നാഷണൽ അവാർഡ് കിട്ടിയ പടം. കുറേ വർഷങ്ങൾക്ക് മുമ്പേ സഞ്ജീവേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദീപ്തി ചേച്ചി ഡയറക്റ്റ് ചെയ്യണ ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, കഥ കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിൽ, ഞങ്ങൾ ദീപ്തി ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ട് ഇവരെനിക്ക് കഥ പറയാണ്. എനിക്ക് കഥ പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. ദീപ്തി ചേച്ചി പറഞ്ഞതുപോലെ ഞാനൊരു അമ്മയാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അത് കഥ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾ ശരിക്കും അത് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. കാര്യം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റിലുള്ള വീട്ടിലും ഒക്കെ നടക്കുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ കഥ തുടങ്ങുന്നത് തന്നെ നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ 80s ആ ഒരു 80s ജനിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കഥയിൽ പറയുന്ന ആ കാലഘട്ടം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പൊ കടന്നു പോകുന്ന എനിക്കതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു അത് കണക്ട് ചെയ്യാൻ. പിന്നെ ടൈം ട്രാവൽ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കൊരിക്കലും അതിലേക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ? പക്ഷേ ഞാൻ എപ്പോഴും എനിക്കിഷ്ടമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകളൊക്കെ വായിക്കാനും. അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, അതും 2 കാലഘട്ടത്തിലെ 2 കുട്ടികൾ. പിന്നെ അതിനൊരു മോറലുണ്ട്, നമ്മളത് പറയാൻ ശ്രമിക്കുന്നത് തന്നെ. ഇന്നത്തെ കുട്ടികളിൽ ഒരുപാട് നന്മയുണ്ട്, പഴയ കാലഘട്ടത്തിലുള്ളവരിലും ഒരുപാട് നന്മയുണ്ട്. ആ ഒരു സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയൊക്കെ ആയാലും നമ്മൾ ചില മൂല്യങ്ങളെ മുതിർന്നവരും മുറുകെ പിടിക്കുകയും കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും എപ്പോഴും ആ ഒരു വാല്യൂ കൊടുക്കണം. അതിനനുസരിച്ച് വേണം ഇത് എല്ലാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം നന്നായിട്ട് പോകുന്നത് എന്ന് പറയുന്ന കുറേ അധികം നല്ല മൂല്യങ്ങൾ എടുത്തു പറയാന്നുള്ള ഈ ഒരു വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് വളരെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പുവിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ സിനിമയുടെ ഞങ്ങൾ അഭിനയിക്കുന്ന അത്രയും സമയത്ര എനിക്കൊരു വേറൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മകൻ്റെ പേരും അപ്പു എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് ആ ഒരു തുടക്കത്തിലെ കണക്ഷൻ. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു അമ്മ മകൻ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, ആ ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പോൾ ചേച്ചി എന്നെ പൂർണ്ണമായിട്ടും അങ്ങ് ഏൽപ്പിച്ചു, ഇനി മുതൽ മോനാണ് നോക്കിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും ഒരുപാടെടുത്ത് സഹായിച്ചു എന്ന് പറയാം. പിന്നെ ഓരോ മോൻ്റെ പെർഫോമൻസും എനിക്ക് കാണുമ്പോഴും എനിക്ക് വളരെയധികം എനിക്ക് സന്തോഷം തോന്നി. ഓരോ ദിവസമുള്ള അവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ 2 ക്യാരക്ടറിലും മാറിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും സന്തോഷം ഒരു ചിൽഡ്രൻസ് മൂവി, അതൊരു ചെറിയ കാര്യമല്ല, അതൊരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു മൂവി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവി. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ ദീപ്തി ചേച്ചി അത് ഗംഭീരമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഹലോ ബ്രോ, അപ്പം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ 2 കാലഘട്ടമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത്രത്തോളം റിസ്കി ആയിരുന്നു, അതോ ചെയ്യാൻ എൻജോയ് ചെയ്താണോ ഇത്, എങ്ങനെയാണ്? അല്ല, ആക്ച്വലി 4 ആഴ്ച മുമ്പേ തന്നെ എൻ്റെ ഒരു ആക്ടിങ് ട്രെയിനർ ഉണ്ട്, സാംബായ് എന്ന് പറഞ്ഞിട്ട്. സാമങ്കിൾ എന്ന പേര്, പക്ഷെ ഞാൻ സാംബായ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ കൂടെ ഇരുന്ന് ഹി ട്രെയിൻ മീ ഫോർ ആക്ടിങ്. എന്നിട്ട് നമ്മൾ 4 ആഴ്ച ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പേ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് 2 കാലഘട്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഡയലോഗ് ഡെലിവറി, ആക്ഷൻസ്, സ്ലാങ് എല്ലാം കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു കണ്ടിന്യൂസ്ലി, നോട്ട് ഈവൺ എ ബ്രേക്ക് ഓൺ സൺഡേ. എന്നിട്ട് അത് ചെയ്തിട്ട് ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി ആൻഡ് ദെൻ പക്ഷേ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായി. എന്നിട്ട് ക്യാരക്ടറിനകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര നെർവസും അൺകംഫർട്ടബിൾ ആയിരുന്നു.
പിന്നെ കംഫർട്ടബിളായി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആഫ്റ്റർ ഡേ 3 or 4 കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിൻ്റെ അകത്ത് കയറിയത്. അതല്ലാതെ അമ്മയാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ഒരു മെയിൻ റോള് പ്ലേ ചെയ്തായിരുന്നു. അമ്മേൻ്റെ വോയിസ് ആയിരുന്നു എൻ്റെ മൂഡ് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അമ്മ കൂക്കി അപ്പോൾ എൻ്റെ മൂഡ് ഡൗൺ ആവും. അപ്പോൾ ആ സീനിന് വേണ്ടി കറക്റ്റ് സാധനം വരും. അപ്പോൾ സാംബായി, അച്ഛൻ, അമ്മ, NFDC, അത് കഴിഞ്ഞിട്ട് ഉമേഷ് അങ്കിൾ, അനിർബാൻ അങ്കിൾ, എല്ലാവരും ഒരു മേജർ റോള് പ്ലേ ചെയ്തായിരുന്നു ഫോർ മൈ പെർഫോമൻസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗുഡ്. ഓൾസോ പ്രിയങ്ക ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയങ്ക ആൻറ്റി ജസ്റ്റ് ലൈക്ക് ഷീ സെഡ് എൻ്റെ അമ്മേനെ മാതിരിയായിരുന്നു. ആക്ച്വലി അമ്മ എപ്പോഴും എന്നെ എന്താ വെച്ചാൽ കരയിപ്പിക്കും. ഞാൻ ആക്ച്വലി കരഞ്ഞായിരുന്നു ചില സീൻസിൽ, അത് അമ്മേൻ്റെ കാരണമായിരുന്നു. എന്നിട്ട് അമ്മ എന്നെ മൂഡ് ഓഫ് ആക്കുമ്പോൾ ഞാൻ പ്രിയങ്ക ആൻറ്റിയുടെ അടുത്ത് പോയി പ്രിയങ്ക ആൻറ്റിയുടെ അടുത്ത് പറയും. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ എന്നെ കംഫർട്ട് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് പോയി, നീ എന്തിനാ മോനെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ, അങ്ങനെ ചേച്ചി എന്തിനാ മോനെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ സെയിം, ഷീ വാസ് ലൈക്ക് എ മദർ ടു മീ. ഈവൻ വി ഹാഡ് മെനി കോമ്പിനേഷൻ റോൾസ്. ഒരു പാട്ട് പാടി ഉറക്കുന്ന, ദാറ്റ് വാസ് ഓൾസോ ഐ ലൈക്ഡ് ഇറ്റ് എ ലോട്ട് ആക്ച്വലി. ഓൾസോ ഇതിനകത്ത് ഈ ഒരുപാട് ഇപ്പം ലൈഫിൽ ഉണ്ടാകേണ്ട കുറെ ക്വാളിറ്റീസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, അമ്മയുടെ അടുത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സോ ഇതൊക്കെ ജീവിതത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്? വാല്യൂസ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അമ്മയും അച്ഛൻ ബ്രിങ് മീ അപ്പ് ലൈക്ക് ദാറ്റ്, അങ്ങനെ തന്നെ വാല്യൂസും കിട്ടും. അപ്പോൾ അതിനൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യും. അതല്ലാതെ ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് യു ഗെറ്റ് സഡൻലി, ഇറ്റ്സ് സംതിങ് വിച്ച് യു ആർ ബ്രോട്ട് അപ്പ് ഇൻ. പിന്നെ ഇപ്പൊ ഈ സിനിമയിലെ കഥാപാത്രത്തിനെ പറ്റി നോക്കുവാണെങ്കിൽ ഡബിൾ ആണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും രണ്ട് ഡിഫറെന്റ് ടൈം ലൈൻസ്. ടൈം ലൈൻ മാത്രമല്ല, ക്യാരക്ടർ നോക്കി കഴിഞ്ഞാലും രണ്ട് ഗ്രാഫാണ് രണ്ട് ക്യാരക്ടറിനാണ്. ഒന്ന് ഇപ്പം ജെൻസി ലൈക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഭയങ്കര ഓൾഡ് ഇന്നസെന്റ് ക്യാരക്ടർ. അപ്പൊ ഈ രണ്ട് ക്യാരക്ടർ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അത് റെഫറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? റെഫറൻസ് അങ്ങനെ ഇല്ലായിരുന്നു. ആക്ച്വലി ഞാൻ കമൽഹാസന്റെ ഒരു പടം കണ്ടായിരുന്നു, വേർ ഹി പ്ലേസ് 4 റോൾസ്. പടത്തിന്റെ പേര് മറഞ്ഞു, മൈക്കിൾ മദൻ കാമരാജൻ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആക്ച്വലി അതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ ഞാനൊരു കണ്ടായിരുന്നു, ഒരു റീമേക്ക്. എന്നിട്ട് ക്വസ്റ്റ്യൻ പിന്നെയും പറഞ്ഞു ഇല്ല. ഇപ്പൊ ഈ രണ്ട് ക്യാരക്ടർ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടി ചെയ്യുമ്പോൾ അപ്പൊ ഈവൻ ഇൻ 2025 നമ്മൾ 2 ക്യാരക്ടറും പ്ലേ ചെയ്യും. അപ്പൊ അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സാംബായി, മൈ ആക്ടിങ് ട്രെയിനർ, എൻ്റെ അടുത്ത് പറയും ക്യാരക്ടർ സ്വിച്ച് ചെയ്യും, അടുത്തത് വേറെ സെറ്റ് റോള് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡയലോഗ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, ലഞ്ച് ബ്രേക്കിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. എന്നിട്ട് എന്താ നല്ലതെന്ന് എന്നിട്ട് നമ്മളങ്ങനെ കുറേ റിഹേഴ്സ് ചെയ്യും വിത്തൗട്ട് ദ ആക്ടേഴ്സ്. അതല്ലാതെ ഞാൻ പ്രിയങ്ക ആൻറ്റിയുടെ കുറേ പ്രാവശ്യം ഡയലോഗ്സ് ഒക്കെ റിഹേഴ്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ആൻഡ് പാലക്കാടിലാണെങ്കിൽ ഇറ്റ് വാസ് ഭയങ്കര ഫ്രീ ആയിരുന്നു ആക്ച്വലി. ആ സമയത്ത് അമ്മ ഒന്നും പറഞ്ഞില്ല, പക്ഷെ 2025 ആയിരുന്നു അമ്മ കൂടുതൽ പറഞ്ഞത്. ആൻഡ് പാലക്കാടിൽ ഭയങ്കര ഫ്രീ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര കെയർ ഫ്രീ, എന്തെന്ന് വെച്ചാൽ ചെയ്യാം. ബിക്കോസ് പ്രസന്റ് നിന്ന് ഫ്യൂച്ചറിലോട്ട് വരുമല്ലേ, സോറി പാസ്റ്റിലോട്ട് പോകല്ലേ, അങ്ങനെ. I'll just answer that better. Sure, ma'am. എന്താന്ന് വെച്ചാൽ 2 കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ഈ 85-ലെ ക്യാരക്ടർ ഇത്തിരി സട്ടിലായിരുന്നു. 25-ലെ ക്യാരക്ടർ അവൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അവൻ്റെ ആ സട്ടിൽ ക്യാരക്ടർ വരുമ്പം, ആ റോൾ പ്ലേ ചെയ്യുമ്പം അവൻ ഇപ്പോഴും പ്രസൻറ്റിലായിരുന്നു. അപ്പം അവൻ എങ്ങനെയാണ് അതിലോട്ട് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി സത്യസന്ധമായിട്ട് പറയാം, ഞാൻ നല്ല വഴക്ക് പറഞ്ഞിരുന്നു സെറ്റിൽ. നല്ല തെറിവിളിയായിരുന്നു. നമ്മൾ മറ്റേ തെറിവിളിയായിരുന്നു. അപ്പം എല്ലാവരും കൂടെ വഴക്ക് പറയുമായിരുന്നു, എന്തിനാ ഇങ്ങനെ മക്കളുടെ മോനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വഴക്ക് പറയുന്നത്, സെറ്റിൽ ഇങ്ങനെ വഴക്ക് പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാടിക്ക്, എനിക്കറിയാം ഞാൻ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ. അപ്പം എല്ലാവരുടെ അടുത്ത് വഴക്ക് പറയുമ്പോഴത്തേക്ക് ഇവൻ പോയിട്ട് പ്രിയങ്കൻ്റെ അടുത്ത് കയറി, അമ്മ എന്നെ വഴക്ക് പറയുന്ന എല്ലാവരുടെയും മുമ്പിൽ. അവൻ്റെ ആദിനാഥിൻ്റെ അടുത്തും പോയിട്ട് കംപ്ലൈൻറ്റ് പറയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ കംപ്ലൈൻറ്റ് പറഞ്ഞാലും ഞാൻ നിന്നെ തെറി വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ തെറി വിളിക്കാൻ പോവാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ. അപ്പോൾ ബേസിക്കലി ആക്ച്വലി അവൻ്റെ മൂഡ് ഓഫ് ആക്കാനായിരുന്നു ഞാൻ നോക്കിയത്, സോ ദാറ്റ് ഹി ഗെറ്റ്സ് ലിറ്റിൽ ലെസ് ഹൈപ്പർ. അവൻ കുറച്ച് ഹൈപ്പറായിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെ മൂഡ് ഇത്തിരി ഭയങ്കര ബാഡ് ആക്കിയിട്ട് അവനെ വിഷമിപ്പിച്ചിട്ട് അപ്പോൾ അവൻ ആ സട്ടിൽ റോൾ പ്ലേ ചെയ്തു.
പക്ഷെ ഞാൻ തിരിച്ച് പാലക്കാടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവൻ അവിടുത്തെ 25ൻ്റെ കുട്ടി പോയപ്പോഴത്തേക്ക് അന്ന് ആ ലൊക്കേഷനിൽ ഒറ്റ വഴക്ക് അടിയുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഈ ട്രിവാൻഡ്രം വെച്ച് ഷൂട്ട് ചെയ്തതിന് എന്നെന്നും അടിയായിരുന്നു ഞാനും അവനും തമ്മിൽ പൂരടി. ഇപ്പൊ അതേപോലെ സിനിമയിൽ ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന പോലെ 80s ഉള്ള ക്യാരക്ടർ അവർക്കൊരു പക്ഷേ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ലൈക്ക് 80s അവർ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ഇതാണ്. അപ്പൊ അവരെയൊക്കെ അത് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികളാണ്. അപ്പൊ അത് എത്രത്തോളം ഹാർഡായിരുന്നു? യെസ് മാം. കുറേ ലൈക്ക് ആ 80s പിള്ളേർ ആക്ച്വലി നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഒരു ഫാമിലി പോലെയായിരുന്നു ആ കോൺസെപ്റ്റ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കുറേ പിള്ളേർ, അത് നമ്മളുടെ ചെറുപ്പകാലം എനിക്ക് അതായിരുന്നു ഓർമ്മ. നമ്മൾ ഫുൾ ചുറ്റും പിള്ളേർ, നമ്മൾ വീട്ടിൽ കയറില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്, അവർ ഐപാഡിൽ നിന്നാണ് കളിക്കുന്നത്, അവന് ചവിട്ടിയൊക്കെ പുറത്താക്കണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളൊക്കെ വീട്ടിൽ കയറുമ്പോൾ ഈ സമയത്താണോ വീട്ടിൽ കയറുന്നത് എന്നൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ റിയലൈസ് ചെയ്ത എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാമായിരുന്നു ആസ് എ ഗ്യാങ് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ ഫോൺസ് ഒന്നും ഇല്ല. ഇവരെല്ലാവരും ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് ഇപ്പോഴും ഇപ്പം പ്രീമിയറിന് വന്നപ്പോഴും ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് സംസാരിക്കുക, അതൊക്കെ ചെയ്യുന്നത്. ദേ വർ റീലിവിങ് ദ സെയിം സിറ്റുവേഷൻ. അപ്പം ഒരു സീൻ കൺസീവ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൊമെന്റിലാണ്, ഇവർ ആ ഫേസിലായിരുന്നു അവർ. അതുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് അധികം പാടുപെട്ടില്ല, ഈസി ആയിരുന്നു. ഒരു ആരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, പാലക്കാടിൽ റേഞ്ച് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈസി 100% ഈസിയർ ടു ഹാൻഡിൽ 85 സീൻ. മാം അതേപോലെ ഈ ഹിയർ മാം യു ആർ ലെഫ്റ്റ് സൈഡ്. മാം ഇപ്പോഴത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയുക, ഈ പറഞ്ഞ അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇതല്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് പേരൻസിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ആക്സസിബിലിറ്റി കൂടുന്നതനുസരിച്ച് ഈ പറഞ്ഞ ഒരു അഫെക്ഷൻ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇതേപോലൊരു സിനിമയ്ക്ക് എത്രത്തോളം ഒരു പ്രാധാന്യം പ്രയോറിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ സിനിമ ആക്ച്വലി വൺ വേ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് നമ്മൾ ഈ എക്യുപ്മെന്റ്സ്, നമ്മൾ ഐപാഡ് ആയിക്കോട്ടെ, നമ്മൾ ഫോൺ ആയിക്കോട്ടെ, മോർ ദാൻ എനിത്തിങ് ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗിലെ കമ്മ്യൂണിക്കേഷൻ, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മളെ ലൈഫിൽ. കണ്ടപ്പോൾ പണ്ട് കാലത്ത് നമ്മളൊരു ചെറിയ ടി വിയിൽ 25 പേര് കാണുമായിരുന്നു. ഇപ്പൊ ഒരു വലിയ ടി വിയിൽ ആകെ ഒരു തലയെ കാണുന്നുള്ളൂ. അത് ബിക്കോസ് ഓഫ് ദ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്, ഫാമിലി തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിലാണ്. ദ ഡേ യു ഹാവ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ, ബോണ്ടിങ് ആൻഡ് ദിസ് തിങ്, അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ തന്നെ അത് ബാൻഡാണ്, ഡൈനിങ് ടേബിളിൽ ബാൻഡാണ്, അങ്ങനെയൊക്കെ. ഇറ്റ് ഈസ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ചിൽഡ്രൻ. നമ്മളുടെ നമ്മൾ ആ ട്രാൻസ്പെറൻസി ഇൻ റിലേഷൻഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാ ഫാമിലിയിലും ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും എന്നാണ്. സംസാരിക്കണമല്ലോ, നമുക്ക് ചുരണ്ടി നോക്കാൻ പറ്റില്ലല്ലോ മക്കളുടെ മനസ്സിലെന്താ, മക്കൾക്ക് നമ്മളെ മനസ്സിൽ അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം പിള്ളേരുടെ അടുത്ത്, എനിക്ക് വിഷമായി, അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ പിള്ളേർക്കും വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ, അമ്മ ഇങ്ങനെ വേണം അങ്ങനെ വേണം. അത് ആ ഒരു ട്രാൻസ്പെറൻസിയും കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ ഒരു ഫാമിലിയിലും ആ ഇഷ്യൂസ് ഉണ്ടാവും എന്ന്. ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരുന്ന പടമാണ്. ഇത് അനിർബാൻ ഭട്ടാചാര്യ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഒരു മോർ ദാൻ 60 to 70 ഡോക്യുമെൻ്ററീസ് നാറ്റ് ജിയോയ്ക്ക് ചെയ്ത ആൾക്കാരാണ്. സോ ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്യണമെന്ന് അച്ഛൻ ചിൽഡ്രൻസ് ഫിലിം ഒരുപാട് ചെയ്യായിരുന്നു. അച്ഛൻ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിൽഡ്രൻസ് ഫിലിം അറ്റ്ലീസ്റ്റ് ഒരു ചിൽഡ്രൻസ് ഫിലിം എങ്കിലും ഒരു വർഷം ശിവൻസിൻ്റെ ഇതിൽ നിന്ന് വരണമെന്നൊരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ആ സമയത്ത് ഒരു യുണീക്കായിട്ടൊരു സാധനം പറയണം, അല്ല സാധാരണ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ ഗ്രാൻഡ് പാസ് ആൽബം ഐഡിയ വന്നത്. സോ വാട്ട് അട്രാക്റ്റഡ് മീ ടു ദ സ്റ്റോറീസ് അഗൈൻ ഈ വലിയ ഗിമിക്കൊന്നും കാണിക്കാത്തൊരു ടൈം ട്രാവൽ, ഗോയിങ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അതാണ് അതിൻ്റെ മെയിൻ. എൻ്റെ അടുത്ത് ഈ പടം കണ്ടിട്ട് ബോളിവുഡിൽ വി ഹാഡ് ഷോൺ ടു സം പീപ്പിൾ, സം സ്റ്റാർസ്. അവർ ചോദിച്ചു ഹൗ മച്ച് ടു സ്പെൻഡ് ഓൺ ദി പിന്നെ VFX. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൗ മച്ച് ഡു യു തിങ്ക്? Mr. paid at least 5 crores for VFX. I said if I had got 50,000 rupees, I would have done a better job. So അവിടാണ് 30,000 rupees കൂടുതൽ VFX ആയില്ല. But I was able to, we were
he was able to do this in that budget. അപ്പോൾ ഈ ഐഡിയ വന്നു എല്ലാം എഴുതിയിട്ട് ഞാൻ ദീപ്തി എടുത്ത് പറഞ്ഞു. എനിവേ സിതാൻഷു ആണ് ഇതിൻ്റെ ലീഡ്, അത് കൺഫേംഡ് ആണ്. ഐ ഗേവ് ഇറ്റ് ടു ഹർ ടു റീഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അത് വായിച്ചിട്ടാണ് ഷി ഗേവ് ആൻഡ് ടോൾഡ് മീ, ഷി വാസ് ഇൻ ടിയേഴ്സ്. ഹി സെഡ് എന്ത് ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്, is it possible if I can do this film? So I said yes, absolutely, why not? You will do it better because as a mother, as a woman, you will be able to do it better, but make sure that you prepare for it. Then it was once NFDC came into it, then things started moving fast, and that's the ultimate result. ആക്ച്വലി ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കുറെ ചിരിപ്പിക്കുന്ന റോൾസ് ആയിട്ടാണ് നമ്മളുടെ അടുത്തോട്ട് എത്തിയിരിക്കുന്നത്. ആൻഡ് അതിൽ നിന്ന് ചെറിയൊരു ലീപ്പാണ് ടുവേർഡ്സ് ദിസ് റോൾ. ബിക്കോസ് ആ ഒരു അച്ഛമ്മേനായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കാണിക്കുന്നുണ്ട്, അമ്മേനായിട്ടുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമേ തന്നെ സാറിനോടും ചേച്ചിയോടും, പ്രത്യേകിച്ച് ചേച്ചിയോടും ഒരുപാട് നന്ദി. ചക്കര ഉമ്മ, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ഫാമിലിയുടെ കൂടെ ഇതിപ്പോൾ രണ്ടാമത്തെ മൂവിയാണ്. ചേച്ചി ഈ മൂവിയിലേക്ക് വിളിച്ചപ്പോൾ എന്നെ വിളിച്ചു, നിനക്ക് ഞാനൊരു നല്ലൊരു ക്യാരക്ടർ തരാണ്, നീ ഇത്രയും നാൾ കോമഡി അല്ലേ ചെയ്തത്, നല്ലൊരു ക്യാരക്ടർ തരാണ്. സന്തോഷം, NFDCയുടെ മൂവിയാണ്, ഓക്കെ. 2 കാലഘട്ടത്തിലാണ്, മോൻ്റെ അമ്മയായിട്ടാണ്, സന്തോഷം. അപ്പോഴും ഓക്കെ, കാരണം നമ്മളെ വർക്കിന് വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ സത്യം പറയാ, ഞാൻ ആ ലൊക്കേഷനിൽ എന്നിട്ട് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞു എൻ്റെ ഒരു സങ്കടം കേട്ടോ. കാര്യം നമ്മളൊരു ലൊക്കേഷനിൽ പോയൊരു ഫീലൊന്നും അല്ല. ചേച്ചിയും സാറും മക്കളോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആണോ, എത്ര ലവിങ് ആണോ, ആ ഒരു ഇത് ശരിക്കും ആ മോനിൽ ഞാൻ ഇവരുടെ ഫസ്റ്റ് മൂവി ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടുക്കൂല കുട്ടികൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പക്ഷെ മോൻ ഫസ്റ്റ് മൂവി ചെയ്തപ്പോൾ തന്നെ ഞങ്ങളൊരു പുഴയുടെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മോൻ വീണ് കിടക്കുന്ന അങ്ങനെ ഒരു ഷോട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് മൂവിയിൽ. അതിലെല്ലാം മോൻ ചെയ്ത് നമ്മളായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി. കാര്യം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ളത് പോലെ ഒരു ഇത് സ്വന്തം മോൻ്റെ ഒരു ഫീലാണ്. അതുകൊണ്ട് എനിക്ക് ഈ മൂവി ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. കാര്യം എനിക്കവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്തത് മോൻ തന്നെയാണ്. ഈ ഒരു മൂവിയുടെ മെയിൻ ഇത് കൊണ്ടുപോകുന്നത് തന്നെ മോൻ്റെ ഒരു ഇത്. അതിപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ മോൻ സത്യം പറഞ്ഞാൽ ജീവിക്കുമായിരുന്നു. അത് ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. അത് ശരിക്കും ആ ഫുൾ ഫാമിലിയിൽ എങ്ങനെയാണോ എല്ലാവരും പെരുമാറുന്നത്, ചേച്ചി സാറും എത്രയോ ലവിങ് ആണോ അത്രയും ലവിങ് ആണ് മോൻ. മോൻ്റെ ഒരു സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം കുട്ടികളായിട്ട് നമ്മൾ മെൻ്റലി അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. കാര്യം ഓരോ സീൻ ചെയ്യുമ്പോഴും അവനെൻ്റെ മോനാണ്, ഇപ്പോഴും അത് തന്നെയാണ്, ഇച്ചിരി വളർന്നു ഹൈറ്റ് വെച്ചു കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിന് ചേച്ചിയോടും സാറിനോടും ഒരുപാട് നന്ദിയാണ്. കാരണം എൻ്റെ ഒരു ലൈഫിൽ ഹ്യൂമർ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് മാറിയൊരു ഇത്. പിന്നെ ഇവിടെ വന്നിട്ടൊരു മൂവി കണ്ടൊരു ഫീലൊന്നുമല്ല, അത്രയും നേരം ചിരിക്കുമായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ ഇത് പറയുമ്പോഴും. ഇപ്പോൾ ജോണി ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഇതാണെങ്കിലും നമുക്ക് ചിരി വരുന്നത്. പിന്നെ ആകെ പെട്ടെന്ന് ഞാൻ നായി പോയത് മോൻ ആ കുളത്തിൽ മുങ്ങുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് കണ്ടോ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ. ബാക്കി എല്ലാത്തിലും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഫുൾ ക്രൂ, മനോജ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, മനോജ് ചേട്ടൻ, ഉമേഷ് ചേട്ടൻ, പിന്നെ എല്ലാവരും എല്ലാ ക്രൂ യൂണിറ്റ് എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. കാര്യം നമ്മൾ ഷൂട്ടെന്നുള്ള ഫീലല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഫാമിലിയിൽ പോയിട്ട് എൻജോയ് ചെയ്തു ആ അത്രയും ദിവസവും. കാര്യം നമ്മുടെ ലൈഫിലൊന്നും
അനുഭവിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ഊഞ്ഞാലാട്ടവും ഇത്രയും കുടുംബക്കാരൊന്നിച്ചപ്പോൾ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇത്രയും ആൾക്കാർ നമുക്ക് ഓണത്തിന് സദ്യ ആണെങ്കിലും ഓരോ ഷോട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ആ കുട്ടികളെല്ലാവരും കൂടെ രാത്രി ഇരുന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു ഷോട്ട്സ് ഒക്കെ ഇല്ലേ, അതൊന്നും ശരിക്കും ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ഭയങ്കര രസം. ഓരോ ഷോട്ട്സ് ആണെങ്കിലും എൻജോയ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ വന്നിരുന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. Yes, thank you so much. But last but not the least, I would like to ask Tarun sir just one thing. We know NFDC is the NFDC decides that we are going to take care of all the production related thing for a movie. Then it has to be a movie that will connect a lot of people. It has to be a movie that has a lot of value. So on behalf of NFDC, what would you like to tell the audience that who are going to potentially watch the movie? First of all, I would like to say that there are very few movies nowadays which you can enjoy with your entire family, and NFDC is very proud to produce movies which you can enjoy with your children, with family. It's so nice to see a theater which is full of all the kids and all the press together and enjoying this. And I'm hoping that this also translates into the upcoming when our movie is releasing on 24th. So yeah, I feel production and distribution and being with a movie it's a journey. It's a set of emotions of the filmmakers and of NFDC, and we are happy to associate with diverse projects across different regional languages. So if I have to add, we are just currently producing so many different languages, and this is one of the gems that we found from the south, and this has been shot in your own god city of Kerala. So please shower all your love. And just want to add last that our advance booking is now open from tomorrow. So please book and enjoy with your entire family. Yes, definitely. Thank you so much to the entire team and NFDC for gifting us with such a wonderful movie that I think the kids will enjoy. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അവരുടെ ഈ ഒരു വെക്കേഷൻ സമയത്ത് ആപ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു മൂവിയാണ്. ബിക്കോസ്